രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ പ്രസിഡന്റ് പി ഷൈജലാണ് നമ്മോടൊപ്പം ചേരുന്നത്. കോൺഗ്രസ് മേപ്പാടി കുന്നപ്പറ്റയിൽ ഇപ്പോൾ ദുരന്തബാധിതർക്കായുള്ള ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസ് ഇപ്പോൾ കണ്ടെത്തിയ ഭൂമി വളരെ കൃത്യമായി വന്യമൃഗശല്യമുള്ളൊരു ഭൂമിയാണ്. ഞങ്ങൾ ഈ വിഷയം നേരത്തെ തന്നെ പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് ഈ ഭൂമിയാണ് വാങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവരെ വെളുപ്പിക്കാൻ നടക്കുന്ന ചില മാധ്യമ പ്രവർത്തകരടക്കം അന്ന് അതങ്ങനെയല്ല, നിങ്ങൾ വെറുതെ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് എന്നും ആ ഭൂമിയല്ല എന്നും ആ ഭൂമി ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ, വന്യമൃഗശല്യമുള്ള ഭൂമിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അതൊന്നും അല്ല എന്ന് വളരെ അസന്നിഗ്ധമായ രൂപത്തിൽ ചില മാധ്യമ പ്രവർത്തകർ പോലും ഞങ്ങളുടെ പത്രസമ്മേളനത്തെ ഗണ്ണിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. എന്നാൽ ഇന്ന് എല്ലാം ഇപ്പോൾ വെളിവായിരിക്കുകയാണല്ലോ. ഇന്ന് ഇതുപോലൊരു ഭൂമി കേരളത്തിൽ കിട്ടാനില്ല എന്ന രൂപത്തിലേക്കാണ് ഈ നുണകൾ മാത്രം പറഞ്ഞ് നടക്കുന്ന കൽപ്പറ്റ MLA. അദ്ദേഹം ശരിക്ക് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരായ ആളുകൾക്ക് സൈബർ ഇടത്ത് ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയാം. ആ ഒരു നിലവാരത്തിലേക്ക് ഒരു MLA താഴാൻ പാടില്ലല്ലോ. പച്ച കള്ളം പറഞ്ഞുകൊണ്ട് എന്ത് കള്ളവും പറഞ്ഞ് ഗീബൽസ് തന്ത്രം പോലെ സത്യമാക്കി മാറ്റാമെന്ന രൂപത്തിലേക്ക് അസത്യം മാത്രമേ പറയുകയുള്ളൂ, ഇല്ലാത്ത കാര്യം മാത്രമേ ഞാൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് പറയുന്ന രൂപത്തിലാണ് കൽപ്പറ്റ MLA പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം രണ്ട് ആളുകളെ, ഹനീഫ എന്ന് പറയുന്ന ഒരാളെ ഈ സ്ഥലത്തേക്ക് പോകുന്ന, ഇപ്പോൾ കോൺഗ്രസ് എടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ആന ചവിട്ടിക്കൊന്നതാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് പാർവതി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീയെ, ഒരു തൊഴിലാളി ആനാപയത്തിൽ കൊന്നതാണ്. സിദ്ദീഖ് എന്ന് പറയുന്ന മറ്റൊരു ഒരാൾ അവിടെ നിന്ന് ആനയുടെ ആക്രമണത്തിന് ഇരയായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുണ്ട്, നമ്മുടെ പേര് പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. രണ്ടാളുകൾ ആനയുടെ ആക്രമണത്തിന് ഇരയായി മരിക്കുകയും ഒരാൾക്ക് പരിക്കേറ്റതും വളരെ വ്യക്തമായി പൊതുജനത്തിന് അറിയാവുന്ന കാര്യങ്ങൾ. ബാക്കി എത്രയോ വീടുകളും കൃഷിനാശവും നിത്യസംഭവമായ മേഖലയാണ്. ഇപ്പൊ MLA പുതിയ പരിപാടി, അദ്ദേഹം കോഴിക്കാട്ടുകാരനാണ്, എല്ലാവർക്കും അറിയാം, കോഴിക്കോട്ടുകാരനാണല്ലോ, അദ്ദേഹം വയനാട്ടുകാരനല്ലല്ലോ. അപ്പോൾ അതേ ഇപ്പോൾ വയനാട് ജില്ലയിൽ എല്ലാ സ്ഥലവും വന്യമൃഗശല്യം ഉള്ളതാണെന്ന് പറഞ്ഞ് വയനാട്ടുകാർക്ക് സ്ഥല വിൽപ്പന പോലും നടത്താൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലേക്ക് പലതരം പോകുന്നത്. പാവപ്പെട്ട വയനാട്ടുകാരൻ എന്തെങ്കിലും പ്രയാസം വന്നാൽ ഒരു തുണ്ട് ഭൂമി പോലും വെക്കാൻ പറ്റാത്ത എല്ലാ സ്ഥലവും, കൽപ്പറ്റ അങ്ങാടി പോലും ആന കയറി നിരങ്ങുന്ന ഇടമാണ്, വന്യമൃഗശല്യമുള്ള ഏരിയ ആണെന്ന് നുണ പറഞ്ഞ് സ്ഥാപിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം MLA അങ്ങേ ഒരു വലിയ പ്രതീക്ഷ ഈ നാട്ടിൽ ജനങ്ങൾക്കുണ്ടായത്. അങ്ങേ ഒരു കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണല്ലോ. അങ്ങയോട് ഞങ്ങൾക്ക് ഒരു അഭ്യർത്ഥന മുമ്പിലേക്ക് വെക്കാനുള്ളത്, ഈ നാട്ടിൽ വന്ന് ഇങ്ങനെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഈ നാട്ടുകാരെ, ഈ വയനാടിനെ നശിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കരുത്. ദുരന്തബാധിതർക്ക് വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, സർക്കാരിന്റെ ടൗൺഷിപ്പിന് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിരിവെടുത്ത ആളുകളാണ് നിങ്ങൾ കോൺഗ്രസ്സുകാർ. ആ പിരിവെടുത്ത നിങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ ജനങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ എവിടെയെങ്കിലും വീട് കാണിച്ചുകൊണ്ട് തടി തപ്പാനുള്ള നിങ്ങളുടെ ഏർപ്പാടിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി, യാതൊരു നിലവാരവുമില്ലാത്ത ആ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ മാധ്യമ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടില്ല, ഒരു നിലവാരമില്ലാത്ത ആ ഭാരവാഹി അദ്ദേഹമാണ് നിങ്ങളെ കൊണ്ടുപോയി കുഴി ചാടിച്ചത് എന്നുള്ളത് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമി കൃത്യമായി വന്യമൃഗശല്യമുള്ള ഏരിയയാണ്. ഇത് ചുറ്റുപാടും ഫെൻസിങ് ഉള്ള ഏരിയയാണ്. ഈ ഭാഗത്തേക്ക് കിടക്കുന്ന ഓരോ വീടുകളിലേക്കും പോലും ഫെൻസിങ് ഇട്ട ഏരിയ ഈ ഭാഗത്തുണ്ട്. അപ്പൊ അങ്ങനെ കൃത്യമായി 33 ആനകളുള്ള ഈ മേഖലയിൽ 6 മണി കഴിഞ്ഞാൽ ആളുകൾ തന്നെ നടക്കാൻ പോലും ഭയപ്പെടുന്ന ഏരിയയാണിത്. നേരത്തെ 4:30 മണിയാകുമ്പോൾ തൊഴിലാളികൾ ജോലി കയറി പോകും. കാരണം അതിനുശേഷം ഏത് സമയത്താണ് ആന ഇറങ്ങുന്നത് അറിയാൻ പറ്റാത്തതുകൊണ്ട് അത്രയും നേരത്തെ പോകുന്നു. അങ്ങനത്തെ ഒക്കെ ഒരു മേഖലയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പണം പിരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ വീട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് കൃത്യമായി സ്ഥലം കണ്ടെത്തി നൽകണം. അല്ലാതെ ഇങ്ങനെ ജനങ്ങളെ കൊണ്ടുപോയി മറ്റൊരു ദുരിതത്തിൽ തള്ളുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ MLA എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ, ഇല്ലാത്ത കാര്യങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം നിങ്ങൾ അങ്ങ് പിന്മാറണമെന്ന് കൂടി നമ്മൾ ആവശ്യപ്പെടുകയാണ്.